ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടി വി എസ് എന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാം. ഇതാണ് നമുക്ക് വന്ന പാക്കേജ്. തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വന്ന പാക്കേജ്. ടി വി എസിൻ്റെ ബാക്ക് പാക്കാണ്. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക് പാക്ക്. ടി വി എസിൻ്റെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. ടി വി എസ് ലാപ്ടോപ്പ് ബാക്ക് പാക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി. കണ്ടില്ലേ, ടി വി എസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. സോ ഇതിൻ്റെ പാഡിങ് കാണാം. ഇതിന് എക്സ്ട്രാ കുഷനിങ് ഉണ്ട് ഇവിടെ ബാക്കിലും അതുപോലെ ഷോൾഡർ ലെവലിലും. ഇത് എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയാണ്. നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമുക്കിത് എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതേപോലെ 3 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഒരു ചെറുത് ഇവിടെയും പിന്നെ 2 വലിയ കമ്പാർട്ട്മെൻറ്റും. അപ്പോൾ നമുക്ക് ചെറുതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയ സാധനങ്ങൾ ഫോണും പേഴ്സ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റാണ്. അത്യാവശ്യം പേഴ്സും ഫോണ് അങ്ങനത്തെ സാധനവും ബാറ്ററി എന്തെങ്കിലുമൊക്കെ ചാർജറൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് മിഡിൽ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെയാണ് സ്റ്റോറേജ് വരുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ പൗച്ചുണ്ട്. അതേപോലെ ഇവിടെ ഒരു സിപ്പർ സ്റ്റോറേജ് പാക്കുണ്ട്. കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇവിടെ അല്ലാതെ ഒരു സ്റ്റോറേജ് ഉണ്ട്. കണ്ടോ, ഇത് കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്ന്. ഞാൻ ഈ ബാഗ് മേടിക്കാനുള്ള ഒരേ ഒരു കാരണം അതാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഹൈഡ്രേഷൻ പാക്ക് ഇപ്പോൾ ബ്ലാഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി ഇതിൻ്റെ ഔട്ട് എടുക്കാം. അത് നമുക്ക് ഈ ഒരു പാർട്ടിൽ കൂടെ നമുക്ക് ഇവിടെ ഒരു ഔട്ടുണ്ട്. കണ്ടോ, നമുക്ക് എന്നിട്ട് നമ്മുടെ ഹൈഡ്രേഷൻ ബാക്ക് പാക്ക് യൂസ് ചെയ്യുന്ന പോലെ ഇതിൽ നിന്ന് നമുക്കിങ്ങനെ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ സ്ട്രാപ്സ് ഉണ്ട്. ആ പൈപ്പ് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ആ സ്ട്രാപ്സ് വഴി ഹോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ തേർഡ് കമ്പാർട്ട്മെൻറ്റ് നോക്കി ഇതിനകത്തൊരു ലാപ്ടോപ്പിൻ്റെ സ്പേസും ഉണ്ട്. സോ ഇവിടെ നമുക്ക് ലാപ്ടോപ്പും സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ നടുക്കത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇപ്പം ഹൈഡ്രേഷൻ ബ്ലാഡറും യൂസ് ചെയ്യാം. അതായത് മൾട്ടിപർപ്പസാണ്. അപ്പം എൻ്റെ ഒരു മെയിൻ ഇത് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് വെറുതെ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഹൈഡ്രേഷൻ ബാക്ക് പാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലാപ്ടോപ്പ് എൻ്റെ കൂടെ കാണും. അതുപോലെ ക്യാമറ കാണും, ക്യാമറയുടെ സെറ്റ്സ് കാണും, പിന്നെ ചെറിയ ചെറിയ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കാണും. എനിക്കപ്പം എപ്പോഴും ഒരു ബാക്ക് പാക്കാണ് എനിക്ക് ആവശ്യം വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഇത് തന്നെ ചൂസ് ചെയ്യാൻ കാരണം. അകത്ത് ബ്ലാഡർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ 2 സൈഡിലും സ്ട്രെച്ചബിൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽസൊക്കെ വെക്കാൻ. ഇപ്പോൾ നമ്മൾ റെഡ് ബുള്ളോ മോൺസ്റ്റർ എനർജി അല്ലെങ്കിൽ നോർമൽ വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ടീയോ കോഫിയോ എന്തെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് സ്ട്രെച്ചബിളാണ്. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ താഴെ ഒരു സ്പേസ് ഉണ്ട്. ഇതിലാണ് ഇതിൻ്റെ റെയിൻ കവർ ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഈ ബാഗിനോട് തന്നെ അറ്റാച്ച്ഡ് ആണ്. കണ്ടില്ലേ, ഇതിനോട് തന്നെ അറ്റാച്ച്ഡ് ആണ്. ഇത് സ്ട്രെച്ചബിളും ആണ്. ഓൾമോസ്റ്റ് ഫുൾ കവറേജും കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇത് ഫുള്ള് നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. കണ്ടില്ലേ, നമ്മൾ തോളത്തിടുമ്പോൾ ഈ ഫുൾ ഏരിയ കവർ ചെയ്ത് കിടക്കും. അതേപോലെ തന്നെ ഇതിനിത് കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ ബാക്കിൽ നമ്മൾ സ്ട്രാപ്സ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് കെട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെയും കണ്ടില്ലേ, നമുക്ക് ബഞ്ചി കോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ പറ്റും ബാക്കൊക്കെ, ബൈക്കിൻ്റെ പുറകിലൊക്കെ. അതിനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഈ സാധനം. അതേപോലെ ഇത് ട്രോളി കമ്പാറ്റബിളാണ്. കണ്ടില്ലേ, ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കയറ്റി വെച്ചാൽ മതി. നമുക്കറിയാം, ട്രോളി യൂസ് ചെയ്യുന്നവർക്കറിയാം. ലോങ് ട്രാവലിനൊക്കെ പോകുമ്പോൾ ട്രോളി ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പാറ്റബിളായിട്ടാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഞാനൊന്ന് ഇട്ടിട്ട് കാണിക്കാം. സോ ഇതിനിവിടെ ഒരു സപ്പോർട്ടിങ് സ്ട്രാപ്പും ഉണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ ഹോൾഡ് ചെയ്തോളും. ബാക്കും അത്യാവശ്യം എനിക്കിപ്പം വെറുതെ ഇടുമ്പോൾ എനിക്ക് ഫീൽ നല്ല സപ്പോർട്ടുള്ളതായിട്ടാണ് തോന്നുന്നത്.
അപ്പം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ടി വി എസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.